ഓരോ രംഗത്തും നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്തിരുന്ന അബ്ദുസലാം സാഹിബ് ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മളെല്ലാവരും ഒന്നിച്ചാണല്ലോ അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കിയത്. സഹോദരന്മാരെ, ആ ഖബറിൽ കിടന്ന് ഈ ഒരു സംഗമത്തിന്റെ കൂടി പ്രതിഫലം അദ്ദേഹം അനുഭവിക്കുന്നുണ്ടാകാമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. റഹ്മാനായ റബ്ബ് മുഴുവൻ നന്മകളും സ്വീകരിക്കുകയും വല്ല ബദ്ധങ്ങളും അദ്ദേഹത്തിന് വന്നുപോയെങ്കിൽ അതെല്ലാം പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമാനമായി നമ്മുടെ പല സഹോദരന്മാരും ഇന്നലെയും മെനഞ്ഞാലും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയായി വിട പറഞ്ഞു പോയ, മരണപ്പെട്ടു പോയ ധാരാളം സഹോദരന്മാർ റഹ്മാനായ റബ്ബ് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഇൻഷാ അല്ലാഹ് 29-30 തീയതികളിൽ പൂനൂരിൽ ഉണ്ടാകണമെന്ന് നമ്മളൊക്കെ എപ്പോഴും തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ ഉറപ്പില്ല. ഒരുപക്ഷെ 29-ാം തീയതിയിലെ ആ ക്യാമ്പിൽ വെച്ച് 30-ാം തീയതിയിലെ പൂനൂരിലെ സമ്മേളനത്തിൽ വെച്ച് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരു പ്രഭാഷകൻ അന്ന് ഇതുപോലെ മൈക്കിന് മുമ്പിൽ നിന്ന് പറഞ്ഞേക്കാം. അന്ന് കുറ്റിപ്പുറത്ത് നമ്മുടെ കൂടെ സ്റ്റേജിലുണ്ടായ ഫൈസൽ മുസ്ലിയാർ അദ്ദേഹം ഖബറിലായി റബ്ബ് പുറത്തു കൊടുക്കട്ടെ എന്ന് ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു ഘട്ടം വന്നുകൂടാകയില്ല സഹോദര, നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഒരു ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ്, അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പായി ഞാനും നിങ്ങളും തീരുമാനിക്കുക, ആണുപെണ്ണ് വ്യത്യാസമില്ലാതെ മുഴുവൻ മുജാഹിദുകളും അല്ല, നന്മയെ സ്നേഹിക്കുന്ന, സമാധാനത്തെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന, ഇസ്ലാം പുലരണമെന്ന്, സമാധാനം പുലരണമെന്ന്, ഈ നാട് നന്നാവണമെന്ന്, ഈ രാജ്യം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും തീരുമാനിക്കുക, ഈ സംരംഭങ്ങളിൽ ഞാനുമുണ്ട്. അതെ, സാമ്പത്തികമായി ഞാനുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരൊറ്റ രൂപയാണെങ്കിലും ആ ഒരു രൂപയും വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിലെ 1,17,00,000 വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഓരോ കിറ്റുകൾ നമുക്ക് ആ വീടുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതെ, 1,17,00,000 കിറ്റടിക്കാൻ നമ്മൾ നിശ്ചയിച്ചത് ഒരു വീടിന് 50 രൂപ എന്ന തോതിലാണ്. ഈ വിസ്ഡം എൻലൈറ്റനിങ് കോൺഫറൻസിൽ ഈ പ്രൊജക്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ തീരുമാനിക്കുക, ഒരു കിറ്റെങ്കിലും എന്റേതുണ്ടാകണം. ഒരു 50 രൂപ കേരളത്തിലെ 1,17,00,000 വീടുകളിലേക്കുള്ള 1,17,00,000 കിറ്റടിക്കാൻ എവിടുന്നാണ് പണമെന്ന ചോദ്യത്തിന് നമ്മുടെ എല്ലാം കീശയിൽ നിന്ന് ഇത് തന്നെയാണ് മറുപടി പറയാനുള്ളത്. മറ്റാരും പണം നൽകാനില്ല. നമ്മുടെ പുതിയ രീതി അതാണല്ലോ. പഴയ കാലങ്ങളിൽ സമ്മേളനങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പ്രധാനപ്പെട്ട ഏതാനും വ്യക്തികളിലേക്ക് നമ്മുടെ ചിന്തയും നമ്മുടെ ശ്രദ്ധയും പോയിരുന്നുവെങ്കിൽ അതിൽ നിന്നും മാറി മുഴുവൻ ആളുകളും തങ്ങളുടെ അധ്വാന ഫലമെടുത്തുകൊണ്ട്, തങ്ങളുടെ വിയർപ്പിന്റെ ഫലമെടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഓരോ സംരംഭങ്ങളും സംഘടിപ്പിക്കുന്നതെങ്കിൽ അതെ, എന്റെ വകയായി ഒരു കിറ്റെങ്കിലും ഉണ്ടാകണം, എന്റെ വകയായി ഒരു 10 കിറ്റ് ഉണ്ടാവണം. 500 രൂപ കൊടുത്താൽ 10 കിറ്റുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നൽകാൻ സാധിക്കും. കൗണ്ടറുണ്ട് ഇവിടെ. ആ കൗണ്ടറിൽ നിങ്ങൾ രേഖപ്പെടുത്തണം, ഇതാ 10 കിറ്റ് എന്റെ വക, ഒരു കിറ്റ് എന്റെ വക. നമ്മൾ രേഖപ്പെടുത്തണം. അത് ആ കിറ്റിന് വേണ്ടി മാത്രമേ ഉപയോഗപ്പെടുത്തപ്പെടുകയുള്ളൂ എന്ന കാര്യം തീർച്ചയാണ്. അങ്ങനെ 1,17,00,000 കിറ്റുകളുമായി ഇൻഷാ അല്ലാഹ് വരും മാസങ്ങളിൽ ഈ കേരളത്തിലെ മുഴുവൻ വീടുകളിലേക്കും കടന്നു ചെന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ പരലോകത്ത് സമാധാനിക്കാൻ കഴിയണം. റബ്ബേ, ഇതാ എന്റെ പണം എന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്, എന്റെ സമ്പത്ത്, എന്റെ ആരോഗ്യം, എന്റെ സമയം എന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ, സമാധാനിക്കാൻ സഹോദരന്മാരെ, സഹോദരിമാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.